ഹായ് ഫ്രണ്ട്സ്, ചേട്ടൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ഏറുമാടാണ്. ഈ മരത്തിന് മേളിലാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിൽ കിടക്കാൻ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ഞെക്കി പൊട്ടിച്ചേക്ക് തൊട്ടിപ്പുറം കാണുന്ന ബെല്ലൈക്കോട് കൂടെ എനേബിൾ ചെയ്ത് ഞാനിന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമുക്കെന്നാൽ വീഡിയോയിൽ കിടക്കാൻ ഇവിടെ ആവശ്യമുള്ള സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മരത്തിൻ്റെ പീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ പീസ് നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് നമുക്ക് മേള് വരെ കയറാനുള്ള സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചകിരിക്കയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മരമായിട്ട് നല്ല ടൈറ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുള്ള കയറ് തന്നെ വേണം. മറ്റേ പ്ലാസ്റ്റിക് കയറാകുമ്പോൾ ചിലപ്പോൾ തെന്നൽ അതുപോലെ ചെറിയ നല്ല പിടുത്തം കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ചകിരിക്കയറ് ഈ സംഭവം തന്നെയാണ് ആവശ്യം. അപ്പോൾ നമുക്കെന്നാൽ പണിയിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ താഴെയൊക്കെ ചെറിയ ചെറിയ കഷ്ണം വയ്ക്കുക, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. Like a Hellcat. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒന്നാമത്തെ കമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇച്ചിരി കയറുക. നമുക്ക് അടുത്ത പീസ് വയ്ക്കാം. ഇതാണ് അടുത്ത പീസ്. ഇതുപോലെ നമുക്ക് ആ സ്ഥലം വരെ ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്ത പീസ് സെറ്റ് ചെയ്യാം. Like a Hellcat. ഈ കാണുന്ന ഹൈറ്റ് നമുക്ക് ഒരു തട്ടിൻ്റെ അപ്പുറമാണ് നമ്മളിനി അടുത്ത സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബേസ് സെറ്റ് ചെയ്യാൻ പോകണം, ഇരിക്കാനുള്ള. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ബാക്കി തട്ട് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് ഇരിക്കാനുള്ള ബേസ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു തടി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരു കമ്പ്, ഇങ്ങനെ അപ്പുറം രണ്ട് കമ്പ്, പിന്നെ ഇപ്പുറം രണ്ടും കൂടെ ഒക്കെ വഴി. പിന്നെ നമുക്ക് മേളിൽ ഇരിക്കാനുള്ള കുറച്ച് കമ്പ് കൂടെ വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അഴിക്കാവുന്ന രീതിയിൽ ചെറിയൊരു കെട്ടേ കെട്ടിയിട്ടുള്ളൂ. ഇത് നമുക്ക് നേരെ മേളിലോട്ട് കൊണ്ടുപോകണം. കയറുണ്ട്, കയറ് അറ്റ എടുത്തിട്ട് നമുക്ക് മേളിൽ പോയിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരറ്റം ഇവിടെ കെട്ടിയിട്ടുണ്ട്. അഴിക്കാവുന്ന രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. ഇത് മേളിലൊന്ന് എത്തിക്കണം, അത്രേ ഉള്ളൂ. Like a Hellcat. ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ നമ്മൾ മേലെ കയറ്റിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ശരിക്കും പിടിപ്പിച്ചിട്ടാണ് നമുക്ക് ഇതിങ്ങനെ ഒരു കണക്ഷൻ കൂടെ കൊടുത്ത് ഒന്ന് സെറ്റാക്കാം. പിന്നെ അടിയിൽ നിന്നൊരു രണ്ട് സപ്പോർട്ടിനൊരു കാലും കൂടെ കൊടുക്കേണ്ടതുണ്ട്. ഈ കമ്പ് ഒരു താങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. മേളിൽ നിന്ന് നമ്മളിത് തൂങ്ങിയാൽ പോലും പോരുന്നില്ലെന്നാണ് തോന്നുന്നത്. ഈ സൈഡും കൂടെ നമുക്കൊന്ന് ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈ നമ്മൾ കെട്ടിയേക്കണ ഈ കാലിലാണ് ഇതിൻ്റെ താങ്ങ് കൊടുത്തേക്കണം മേളിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ കാലും കൂടെ ഒന്ന് ഇച്ചിരിയും കൂടെ സ്ട്രോങ് ആക്കാണ്ട് ഇപ്പുറത്ത് അതുപോലെ വെക്കണം. അതുപോലെ അപ്പുറത്തെ സൈഡിൽ രണ്ട് സൈഡിലും വെക്കാണ്ട്. അപ്പോൾ നമുക്ക് ഈ കെട്ടും കൂടെ ഒന്ന് വെട്ടണം. Like a Hellcat.
മേളിൽ നോക്കുമ്പോൾ വലിയ ആഴം ക്യാമറ തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം ഒരു 5-6 എത്ര അടി ഉണ്ടാവും. എന്തായാലും അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ടെന്ന് പറയാം. താഴെ നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ ബാക്കി ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ കളങ്കളായിട്ട് ചെറിയ ചെറിയ തടികൾ വയ്ക്കേണ്ടതുണ്ട്. ആ പരിപാടിയിലേക്ക് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത്. നമുക്കെന്നാൽ അതിലേക്ക് കിടക്കാം. Feel me like a Hellcat. അപ്പോൾ നമുക്കിനി ഇതേ നമ്മളിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതേ ഈ കമ്പ് നമുക്ക് ആവശ്യമില്ല, എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ നമുക്കിനി മേളിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ സൈഡിൽ കൂടെയാണ് ഇനി കയറാനുള്ള വഴിയെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കയറ് ഇവിടെ കെട്ടിയേക്കണ ഇനി ആവശ്യമില്ല, നമുക്കിത് ഊരി എടുക്കാം. ഞാൻ ഈ ഒരു സൈഡിൽ ഊരി കഴിഞ്ഞ് ഇനി അത് ഊരി ഇങ്ങനെ കെട്ടാനാണ് നമ്മുടെ പ്ലാൻ. അല്ലെങ്കിൽ പിന്നെ ഈ കോല് ഇവിടെ ഒന്ന് കുഴിച്ചിറക്കി കഴിഞ്ഞിട്ട് സപ്പോർട്ടർ ഇങ്ങനെ കെട്ടുവാണെങ്കിൽ ഒന്നുകൂടെ ഉറപ്പായിരിക്കും. പക്ഷെ അത് വേണ്ട, നമുക്ക് പിന്നെ സപ്പോർട്ട് കൊടുക്കും. നേരെ ഇവിടുന്ന് ഇങ്ങനെ കെട്ടാം. നമ്മൾ ഓരോരുത്തരും ഇതല്ല കയറുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് അഴിക്കേണ്ട ഒരു കാര്യമുണ്ട്. തടി അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മളിത് ഇരിക്കണത്, കാണാൻ സാധിക്കും. ഈ കയറിട്ടാണ് കെട്ടണത്. ആദ്യമായിട്ട് കെട്ടുമ്പോൾ നമ്മളിത് ഈ പ്ലാസ്റ്റിക് കയറിട്ട് ഒരു ചെറിയ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊന്ന് പിടുത്തം കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് പിന്നെ ഇതിട്ട് കാര്യമായിട്ട് നമ്മളൊന്ന് കെട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബാക്കി പണിയിലേക്ക് കിടക്കാം. ഞാൻ മേളിരിക്കുമ്പം സപ്പോർട്ടിന് വേറെ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫുള്ളും വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാത്തത്. നമ്മളിനി ഇതുപോലെ ഇങ്ങനെ പിന്നി കൊടുക്കുകയാണ് പതുക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ താഴെ ഇച്ചിരി പലകയൊക്കെ വിരിച്ചിട്ടുണ്ട്. പലകയൊന്നും അത്രയും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇപ്പുറത്ത് നമ്മൾ കമ്പാണ് വിരിച്ചേക്കണം. നമ്മൾ കെട്ടണ വീഡിയോ കാണിച്ചാണ്. പിന്നെ അതേ ഷീറ്റിട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല. കാര്യം ഇത് കെട്ടി വെച്ചിട്ടൊന്നുമില്ല, വെറുതെ നമ്മളൊന്ന് അളവ് കൃത്യമാണെന്ന് അറിയാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയിട്ടേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മഴ പെയ്താൽ ഒന്ന് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. വേറെ പറയാൻ നമുക്ക് ഇച്ചിരി ഈ സൈഡൊക്കെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നമുക്ക് സൈഡിലേക്ക് നമ്മളൊന്ന് വീഴാതിരിക്കാനും പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പിടുത്തത്തിന് വേണ്ടി ഇങ്ങനെ കെട്ടണം. കുഴപ്പമില്ല, അത്യാവശ്യം സ്ട്രോങ്, വലിയ കുലുക്കമൊന്നും ഇല്ല. നമ്മളിപ്പോൾ താഴത്തെ ആ ജോയിൻ്റൊക്കെ കൃത്യമാക്കിയപ്പം ഇപ്പോൾ അത്യാവശ്യം കൊള്ളാം. പിന്നെ പ്ലാവിൻ്റെ പറയേണ്ട പിന്നെ അതുപോലെ തന്നെ പിരിക്കയർ ചക്കരക്കയറൊക്കെ ആയതുകൊണ്ട് അധികം നാൾ നിൽക്കാൻ ചാൻസ് ഇല്ല. എന്നാലും കുഴപ്പമില്ല, 1, 2, 3, 4 മാസത്തേക്ക് വലിയ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല. നമുക്ക് ഈസിയായിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഏറുമാടം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലോണം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചല്ല ഇതുപോലെ മരത്തെ തന്നെ നമുക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചാലേ. എല്ലാവരും പറഞ്ഞാൽ നമുക്ക് 4 കാലൊക്കെ കുത്തിയിട്ട് അങ്ങനെയുള്ള സെറ്റപ്പാണ് എല്ലാവരും പറഞ്ഞത്. നമ്മളിവിടെ സപ്പോർട്ട് കൊടുത്തിട്ട്, നിങ്ങൾ വീഡിയോ കണ്ടാണ് സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ മരത്തിൽ നിർത്തിയേക്കണം. ഈ ചെറിയൊരു ഏറുമാടാണ്, വലിയ വലിപ്പമൊന്നുമില്ല. എന്നാലും ഒരു 3-4 പേർക്ക് ഈസി ആയിട്ട് ഇതായി ഇരിക്കാം. ഞങ്ങൾ കൂട്ടുകാരൊക്കെ വന്നിരുന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ ഞങ്ങൾ 3-4 കൂട്ടുകാരെ കൂടിയാണ് ചെയ്തത്. അപ്പം 3 ദിവസം പിടിക്കേണ്ട വന്നു ചെയ്ത് തീർക്കാൻ.
അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കയർ ഇത്രയും വേണ്ടി വരും നമ്മൾ വിചാരിച്ചിരുന്നതല്ല. തുടങ്ങുമ്പോൾ ഇത്രയും കയർ വേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ആദ്യത്തെ ദിവസം കെട്ടി കയർ തീർന്നപ്പോൾ നിർത്തിയായിരുന്നു. പിന്നെ നമ്മൾ കയർ മേടിച്ച് അങ്ങനെയൊക്കെ 3 ദിവസം പിടിച്ചാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് 2 പേര് 3 പേരുണ്ട് ഈസി ആയിട്ട് പണിഞ്ഞ് തീർക്കാവുന്നതാണിത്. അപ്പം നമ്മൾ മേളിയും ചെറിയ ചാറ്റലും മഴയൊക്കെ ഉണ്ട്. അപ്പം മഴ നനയാതെ നമ്മൾ ഷീറ്റാണ് വച്ചിരിക്കുന്നത്, സാധാരണ ഷീറ്റാണ്. അതുപോലെ തന്നെ മേളിൽ ചെറുതായിട്ട് ഫിറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ താഴെ വെച്ചിട്ട് കാണാൻ സാധിക്കും പലക എന്ന് പറഞ്ഞാൽ പഴയ പലയാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മൾ സപ്പോർട്ടിന് കൊടുത്തതും അതുപോലെ കെട്ടിയ മരം എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എടുത്ത തടി എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാവ് അതുപോലെ തന്നെ മഹാഗണിയുടെ ചെറിയ മരമൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ വണ്ണം കുറഞ്ഞ മരം എന്ന് പറഞ്ഞാൽ പാഴായി സൈഡിലൊക്കെ നിൽക്കുന്ന മരം എന്ന് പറഞ്ഞാൽ ചക്കയൊന്നും ഉണ്ടാകാതെ വെറുതെ ഒക്കെ വെക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടില്ല, അതിൻ്റെ തലഭാഗം മാത്രം വെട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം അതുപോലെ തന്നെ വേറെ ഇപ്പോൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല സൂപ്പർ വീഡിയോ നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള സൂപ്പർ വീഡിയോ കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് പറയുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത വീഡിയോ കാണാം.